എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് 16 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളവ മാത്രം അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പോവാണ്. എല്ലാവരും റെഡിയല്ലേ? മാർച്ച് 16 വെറുമൊരു തീയതിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഏയ്, അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്നറിയോ ഈ ഒരൊറ്റ ദിവസം നിങ്ങളുടെ അടുത്ത പരീക്ഷയിലെ ഒരു ഷോർട്ട് ചോദ്യമാകാൻ പോകുന്നത്? കാരണം ഈ ഒരു ദിവസം തന്നെ ദേശീയ ആരോഗ്യം, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം, ഡിഫൻസ്, പിന്നെ കല, ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് ഒരുമിച്ച് വരുന്നത്. അപ്പൊ പിന്നെ ചോദ്യമിടുന്നവർക്ക് ഇതൊരു സ്വർണ്ണഖനി തന്നെയല്ലേ? ഓക്കേ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഓർത്തുവെച്ചോളൂ, ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പരീക്ഷയുടെ ഒരു സ്ഥിരം ഐറ്റമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാർച്ച് 16? വെറുതെ ഒരു ദിവസം എടുത്തതാണോ? അല്ല, ഇതിനൊരു ചരിത്രമുണ്ട്. 1995 ഇതേ മാർച്ച് 16 ഇന്ത്യയിൽ ആദ്യമായിട്ട് പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് തുടങ്ങിയത്. പോളിയോക്കെതിരെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം. ആ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ ദിവസം ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ വർഷത്തെ തീം, അതായത് പ്രമേയം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ 100% സാധ്യതയുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. അതായത് എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ് എന്നത് മനുഷ്യന് സാധ്യമാണ് എന്ന്. ഇതൊരു ഉറപ്പാണ്, ഒരു പ്രതീക്ഷയാണ്. ഈ വാചകം മറക്കരുത് കേട്ടോ. ശരി, അപ്പോൾ ദേശീയ തലത്തിലുള്ള ആരോഗ്യത്തിൽ നിന്ന് നമുക്കിനി നേരെ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കേരളത്തിൽ 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് ഏപ്രിൽ 9 വോട്ടെണ്ണൽ മെയ് 4 ഈ 2 ഡേറ്റും നോട്ട് ചെയ്തു വെക്കുക. ഇനി രണ്ടാമത്തെ കാര്യം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒന്നാണ്. നമ്മുടെ കായിക താരം അലീന ബി സജി ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയിരിക്കുന്നു. താരത്തിന്റെ പേരും ഇവന്റും കൃത്യമായി ഓർത്തുവെക്കണം. ഈ നമ്പർ കണ്ടോ? 1,50,900 കിലോമീറ്റർ. അയ്യോ, ഇത് മുഴുവനൊന്നും നടന്നു തീർക്കണമെങ്കിൽ എന്ത് ചെയ്യുമല്ലേ? ഇതാണ് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള റോഡുകളുടെ ആകെ നീളം. അപ്പോ ഈ വലിയ നമ്പർ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. കേരളം, നമ്മുടെ കേരളം, ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള എല്ലാ റോഡുകളും ഡിജിറ്റലായി മാപ്പ് ചെയ്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ആർട്രാക്ക് സർവേ എന്ന പേരിലാണ് ഇത് ചെയ്തത്. ഉറപ്പായും നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. ഇന്ത്യയിൽ ആദ്യമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നോക്കൂ, ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്ന ഒരു മോഡൽ ചോദ്യമാണ്. താരതമ്യം, ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും. ഈ സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ തദ്ദേശ റോഡുകളുള്ള ജില്ല മലപ്പുറമാണ്, ഏകദേശം 16,294 കിലോമീറ്റർ. ഇനി ഏറ്റവും കുറവോ? അത് വയനാടാണ്, 5,276 കിലോമീറ്റർ. ഈ 2 പേരുകളും മറക്കരുത്. കൂടുതൽ മലപ്പുറം, കുറവ് വയനാട്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ കരയിലെ റോഡുകളുടെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് കടലിലെ വഴികളിലേക്ക് പോകാം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ശ്രദ്ധിച്ചിരിക്കുക. ഓപ്പറേഷൻ സങ്കൽപ്. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ ഹോർമുസ് കടലെടുക്ക് എന്ന് കേട്ടിട്ടില്ലേ? ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ പാതയാണ്. ആ വഴി പോകുന്ന നമ്മുടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഒരു ദൗത്യമാണിത്. ഒരുതരം സീ എസ്കോട്ട് എന്ന് പറയാം. നമ്മുടെ കപ്പലുകൾക്ക് ഒരു കുഴപ്പവും കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ഒരു കാവൽ. പ്രത്യേകിച്ച് LPG ഒക്കെ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കാണ് ഈ സുരക്ഷ നൽകുന്നത്. ഉദാഹരണത്തിന് ശിവാജി, നന്ദാദേവി തുടങ്ങിയ കപ്പലുകൾ. ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളിൽ ഈ കപ്പലുകളുടെ പേര് വരെ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഈ പേരുകളൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡിഫൻസിൽ നിന്ന് നമ്മൾ നേരെ കലയുടെ ലോകത്തേക്ക് വരികയാണ്. അവാർഡുകൾ. പരീക്ഷകളുടെ ഇഷ്ടവിഭവമാണ് അവാർഡുകൾ. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഇതാണ് 2026 മദ്രാസ് മ്യൂസിക് അക്കാദമി അവാർഡുകൾ. 3 പേരെയും അവരുടെ മേഖലകളെയും ഓർത്തിരിക്കണം. സംഗീത കലാനിധി പുരസ്കാരം കിട്ടിയത് ഡോക്ടർ ജയന്തി കുമരേശനാണ്, വീണ വായിക്കുന്നതിന്. സംഗീതകല ആചാര്യ പുരസ്കാരം തൃശൂർ C. നരേന്ദ്രന്, മൃദംഗത്തിന്. നൃത്യകല ആചാര്യ പുരസ്കാരം A. ജനാർദ്ദനന്, നൃത്തത്തിന്. ഇത് ഓർക്കാൻ ഞാനൊരു ചെറിയ ട്രിക്ക് പറയാം. ജയന്തി വീണ കൊണ്ട് ജയിച്ചു, നരേന്ദ്രൻ മൃദംഗത്തിൽ താളമിട്ടു, ജനാർദ്ദനൻ നൃത്തം ചെയ്തു. ഇങ്ങനെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. എളുപ്പമല്ലേ? ശരി, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കിയാലോ? നിങ്ങൾ എന്തൊക്കെ ഓർക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരു മിന്നൽ റിവിഷൻ. ഒറ്റനോട്ടത്തിൽ മാർച്ച് 16 ദേശീയ വാക്സിനേഷൻ ദിനം. പ്രമേയം മറക്കരുത്, ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് തീയതികൾ ഏപ്രിൽ 9, മെയ് 4.
പിന്നെ 1,50,900 കിലോമീറ്റർ റോഡ് മാപ്പ് ചെയ്തത്. അതിൽ കൂടുതൽ മലപ്പുറം, കുറവ് വയനാട്. കടലിൽ നമ്മുടെ നാവികസേനയുടെ ഓപ്പറേഷൻ സങ്കൽപ്, ഹോർമുസ് കടലെടുക്ക്. പിന്നെ സംഗീത കലാനിധി അവാർഡ് ഡോക്ടർ ജയന്തി കുമരേഷിന്, വീണയ്ക്ക്. എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി ശരിക്കുള്ള പരീക്ഷ. ഒരു ചെറിയ ടെസ്റ്റ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് നോക്കുക. റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം. ദേശീയ വാക്സിനേഷൻ ദിനത്തിന്റെ 2026 പ്രമേയം എന്തായിരുന്നു? ഒന്നോർത്തു നോക്കിക്കുക. ഉത്തരം ഇതാണ്: ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ. കിട്ടിയോ? കിട്ടിയെങ്കിൽ വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ ഡിജിറ്റൽ സർവേ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ റോഡുകളുള്ള ജില്ല ഏതായിരുന്നു? കൂടുതലാണ് ചോദിച്ചത്. ഉത്തരം മലപ്പുറം. ശരിയായില്ലേ? അവസാനത്തെ ചോദ്യം. 2026 സംഗീത കലാനിധി പുരസ്കാരം കിട്ടിയത് ഡോക്ടർ ജയന്തി കുമരേശനാണെന്ന് നമ്മൾ പഠിച്ചു. അവർ ഏത് സംഗീതോപകരണത്തിലാണ് പ്രശസ്ത? നമ്മുടെ ട്രിക്ക് ഓർത്തു നോക്കൂ. അതെ, വീണ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതേപോലെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് അടുത്ത വിശകലനവുമായി വീണ്ടും കാണാം. നന്നായി പഠിക്കുക.